ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അത് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള ഒരു കുഞ്ഞു ഗാർഡനാണ് കേട്ടോ. കൂടുതൽ പൂക്കളൊന്നും വിരിയണില്ല, ഇലച്ചെടികൾ മാത്രമേ ഉള്ളൂ അധികം. വെയിലായി വരുന്നു. ഞാനൊന്ന് നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തപ്പോൾ ഒന്നൊരു ചെറുതായി ഒന്ന് വീഡിയോ പിടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇലച്ചെടികൾ മാത്രമേ ഉള്ളൂ, പൂവൊന്നും അങ്ങനെ വിരിയാറില്ല. റോസിൻ്റെ കൊമ്പൊക്കെ എത്ര വെച്ചാലും പൂ വിരിയാറില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പനമണ്ണ ഭാഗത്തു നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകണ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടോ. അപ്പോൾ ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുമ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോ ആണ്. ഞങ്ങളുടെ നാട് കണ്ടോ, വളരെ ശാന്തവും സുന്ദരവുമായ ഞങ്ങളുടെ നാടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഈ ഭാഗത്തു കൂടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബസ്സുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. 10-നും 10:30-ക്കും 11-നും 12-നും പറഞ്ഞ് എല്ലാ ടൈമിലും ഞങ്ങൾക്ക് ബസ്സുണ്ട് ഇവിടുന്ന്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ ബസ്സിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് കാണുന്ന കാഴ്ചകളാണ് കാണിക്കുന്നത്. വായനശാല ഉണ്ട്, അതുപോലെ മറ്റേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. നമുക്ക് തൽക്കാലമൊക്കെ ഒന്ന് പോകണമെങ്കിൽ ചെറിയ ചെറിയ പനി ജലദോഷത്തിനൊന്നും ദൂരെ എവിടെയും പോകണ്ട. ഞങ്ങൾക്കതൊരു വലിയ സൗകര്യമാണ്. ഈ പനമണ്ണ ഭാഗത്തുള്ളവർക്ക് കണ്ട ഇതാണ് ആരോഗ്യ കേന്ദ്രം. അങ്ങനെ വലിയ തൊടികളൊക്കെ ഉള്ള ഒരു നാടാണ് കേട്ടോ ഞങ്ങളുടെ. അവിടെ നിന്ന് ഞാൻ കണ്ണിയമ്പുറം ഭാഗത്തേക്ക് ടൗണിലേക്ക് ഇങ്ങനെ പതുക്കെ ഇറങ്ങി വന്നു. ഈ കുഞ്ഞ് ബസ്സിലിരുന്ന് എനിക്ക് ഛർദ്ദിക്കാൻ വരില്ല കേട്ടോ. വലിയ ബസ് കാണുമ്പോഴേ ഞാൻ ഛർദ്ദിക്കും. അങ്ങനെ വല്ല പ്രോബ്ലം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതൊരു മാനസിക പ്രശ്നമാണ് എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ചെറിയ ബസ്സിൽ എത്ര ദൂരമാണെങ്കിൽ ഇരിക്കും. അങ്ങനെ ഒറ്റപ്പാലം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ടൗണിലാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ് കേട്ടോ അത്. എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ഞങ്ങളുടെ ഒറ്റപ്പാലം ടൗണ്. തുണിക്കട, ഇത് ഗോൾഡ് കവറിങ്ങിൻ്റെ കടയാണ് കേട്ടോ. ഞാൻ ഈ ഇടവഴി കൂടെ, എളുപ്പ വഴി കൂടെ വില്ലേജ് ഓഫീസിലേക്കാണ് കേട്ടോ പോണത്. വില്ലേജ് ഓഫീസിൻ്റെ അവിടുത്തെ മുന്നിലത്തെ ചെറിയ റോഡാണിത്. പോലീസ് സ്റ്റേഷൻ, കോടതി എല്ലാ വളപ്പിലാണ് നമ്മുടെ ഈ വില്ലേജ് ഓഫീസ് വരുന്നത്. കൂടുതലൊന്നും അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ എന്നാലും ചെറുതായൊന്നും എടുത്തുന്നുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ വക്കീൽ സാർമാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോയി നമ്മുടെ കര അടയ്ക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വീണ്ടും ബസ് സ്റ്റോപ്പിലെത്തിയിട്ടോ. വില്ലേജ് ഓഫീസിൽ നിന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഒരു അട്ടിപ്പുറത്താക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ വീണ്ടും നമ്മൾ ബസ്സൊക്കെ കാത്തിരിപ്പ് കേന്ദ്രമാണ് കേട്ടോ ഇത്. അപ്പോഴാണ് എനിക്ക് വേറൊരാവശ്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് കനിഹ വെഡ്ഡിങ് സെൻറ്റർ എന്നുള്ള തുണിക്കടയിലേക്ക് പോയി കേട്ടോ. അതിൻ്റെ താഴെ പച്ചക്കറി കട കണ്ടു. അവിടെ നിന്ന് കുറച്ച് വെള്ളരിക്കി അങ്ങനെ കുഞ്ഞായിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടോ. കുറച്ച് കൂടുതലൊന്നും എടുത്തില്ല, ഭയങ്കര വിലയാണ് കേട്ടോ. ഈ എന്താ പറയുക, ചേമ്പിൻ്റെ കിഴങ്ങൊക്കെ ഉണ്ടോ, അതിനൊക്കെ കുറച്ചെടുത്തു. നേരെ കനിഹ വെഡ്ഡിങ് സെൻറ്റർ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഒറ്റപ്പാലം. അവിടേക്ക് കയറി പോയിട്ട് ചെറുതായിട്ടൊരാവശ്യമുള്ളൂ. മോൾക്ക് ഡാൻസിനൊരു ഷാൾ എടുക്കണം എന്നുള്ള ഓർമ്മ വന്നതാട്ടോ. ചവിട്ടികളൊക്കെ വളരെ വിലക്കുറവിലുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ്, എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുവിധം വിലക്കുറവിൽ കിട്ടും. പിന്നെ അതേപോലെ ചുരിദാറിൻ്റെ ബിറ്റൊക്കെ നല്ലതായിട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളൂ. 500 രൂപയ്ക്കൊക്കെ നല്ല ബിറ്റ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കളറൊന്നും പോയില്ല, സോഫ്റ്റ് തുണി. അപ്പോൾ 1-2 ചവിട്ടികളൊക്കെ നോക്കി നേരെ ഞാൻ കടയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വിശാലമായ ഷോറൂമാണ് കേട്ടോ. അത് ബെഡ്ഷീറ്റാണേ, ഡബിൾ കോട്ട് ബെഡ്ഷീറ്റാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടോ. വീഡിയോ എടുത്ത് എന്തോ ഒരു അപാകത തിരിഞ്ഞു പോയിട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുക്കുന്ന തുണികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ചെറിയ മോൾക്കായതുകൊണ്ട് ഷാൾ അധികം വലിപ്പം വേണ്ട. ഈ പഞ്ചാബി ഡാൻസിന് വേണ്ടിയിട്ട് ഇതെല്ലാം മുറിച്ചെടുക്കണം. നല്ല ഭംഗിയുള്ള തുണികളാണ് കേട്ടോ. അടിയിൽ തുണി വെച്ച് നമുക്കിങ്ങനെ നെറ്റിൻ്റെയൊക്കെ ഡ്രസ്സ് അടിക്കാൻ സൂപ്പറായിരിക്കും. വില നല്ല കുറവാണ് കേട്ടോ. നല്ല വില കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആ ഒരു പിങ്ക് കളർ കാണിച്ചില്ല, ആ ഷാളാട്ടോ എടുത്തത്. പിന്നെ ഇതങ്ങനത്തെ പാവാടയൊക്കെ ഒന്ന് നോക്കി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലോങ് പാവാടി, ചെറിയ ജാക്കറ്റൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. സാരികൾ നോക്കി, സാരിക്കൊക്കെ വളരെ വിലക്കുറവാണ്. ആ ബ്ലൂ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചു കേട്ടോ. സാരികളിലൊക്കെ നല്ല അതിമനോഹരമായൊരു കളക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നിയത് വില കുറവിൽ നല്ല തുണി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഷാൾ മുറിച്ചെടുത്തു. ചെറിയൊരു കഷ്ണം ആവശ്യമുള്ളൂ. അതിൻ്റെ ബില്ല് പേ ചെയ്ത് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു. നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കടയിലേക്ക് പോയി. കുട്ടികൾക്ക് ഐസ്ക്രീമും സ്വീറ്റ്സൊക്കെ മേടിച്ചു. പിന്നെ കൂടുതൽ വീഡിയോ എനിക്ക് എടുത്തു തരാൻ ആളില്ല. ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു വീഡിയോ എടുപ്പാണ്. അപ്പോൾ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓരോരുത്തർ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിറയെ സ്വീറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്വീറ്റ്സൊക്കെ മേടിച്ചു. ഞാൻ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു.
പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. കൂടുതലൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഒറ്റപ്പാലം ടൗണാണിത്. ഒറ്റപ്പാലം ടൗണിനെ പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ജ്യൂസ് കുടിച്ചു. ജ്യൂസ് കുടിക്കണമെന്നും എടുത്തില്ല, ആൾക്കാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.